ഓക്കെ, നമ്മളിപ്പോൾ ഈ 5 മെഴുകുതിരികൾ ഇവിടെ കത്തിച്ച് വെച്ചിരിക്കുവാണ്. ഇനി ഇത് ഞാൻ എൻ്റെ ഫോണിൽ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. സോ ഈ പാട്ട് പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് എത്ര മെഴുകുതിരികളാണ് അണഞ്ഞു പോകുന്നത് നോക്കാം. സോ 3, 2, 1 സ്റ്റാർട്ട്. ഇത് നമ്മുടെ കയ്യിലുള്ളത് Zebronicsന്റെ ഒരു പ്രീമിയം ഗെയിമിംഗ് സൗണ്ട് ബാർ. Zebronicsന്റെ Zebronic 100ന്റെ ഈ പെട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റിനേക്കാളും വലിയ ഒരു ഫോട്ടോയാണ് ഋത്തിക് റോഷന്റെ ഇട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ഒരു ഹോം തിയേറ്റർ ആണ്, പക്ഷേ ഇതിനകത്ത് RGB ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തിൽ RGB ഉണ്ടെങ്കിലും അതിന് ഒറ്റ പേരേ ഉള്ളൂ, ഗെയിമിംഗ്. ഇതിന്റെ പെട്ടിക്ക് പുറത്ത് കുറേ അധികം ഫീച്ചേഴ്സ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും RGB ലൈറ്റുകൾ ഉണ്ട്, പിന്നെ മൈക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഫീച്ചർ. യെസ്, മൈക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഫീച്ചർ. മൈക്ക് ഉണ്ടോന്നല്ലേ, ഞാൻ അതിലേക്ക് വരാം. മൈക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഫീച്ചർ, ബ്ലൂടൂത്ത് 5.0 വെർഷൻ, HDMI ARC ഓഡിയോ റിവേഴ്സ് ചാനലുണ്ട്, 5.1 വിർച്വൽ സറൗണ്ട്. ആക്ച്വൽ 2.1 ഉള്ളൂ, പക്ഷേ 5.1 വിർച്വൽ സറൗണ്ടിൻ്റെ ഫീച്ചർ. പിന്നെ നമുക്ക് ഓക്സ് കേബിൾ കുത്താനുള്ള സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഓഡിയോ മോഡുകളുണ്ട്, 3D സറൗണ്ട് സൗണ്ടിൻ്റെ ഒരു മോഡുണ്ട്, പവർഫുൾ ആയിട്ടുള്ള ബേസ് ഉണ്ട്, ടൈപ്പ് സി പോർട്ട്, ഹെഡ്ഫോണും മൈക്രോഫോണും കുത്താൻ പറ്റുന്ന പോർട്ടുകളും 13.3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സബ് വൂഫറുമാണുള്ളത്. എന്നാൽ പെട്ടിക്കകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്ന് നോക്കാം. ഗൈസ്, എൻ്റെ റൂം ചെറുതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ സാധനം ഇത്രയും വലിയ പെട്ടി വീട്ടിൽ വന്നപ്പോൾ അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്ന വീഡിയോ എടുത്തില്ല. പക്ഷേ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ, ഒന്ന്, നമുക്ക് സൗണ്ട് ബാർ കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടാമത്, നമ്മൾക്ക് ഒരു വലിയ സബ് വൂഫർ ഉണ്ട്. മൂന്നാമത്, നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു റിമോട്ട് കൺട്രോൾ. ആ റിമോട്ട് കൺട്രോളിൽ ഇടാവുന്ന ബാറ്ററി, ഞാൻ ഓൾറെഡി അത് ഇട്ടു. പിന്നെ നമുക്കൊരു യൂസർ മാനുവലുണ്ട്, ഒരു USB Type-C കേബിൾ ഉണ്ട്. ഇനി ഇത് പവർ ചെയ്യാനായിട്ടുള്ള ഒരു പവർ അഡാപ്റ്ററുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. ഈ സൗണ്ട് ബാറിൻ്റെ ഡിസൈൻ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അതായത് ഏകദേശം നമ്മൾ കണക്കി പഠിച്ചിരിക്കുന്ന ട്രപ്പീസിയോ ഇല്ലേ, ആ ട്രപ്പീസിയത്തിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഈ രണ്ട് സൈഡും ഇങ്ങനെ മുകളിലും താഴെയും പാരലായിട്ട്. അപ്പോൾ ട്രപ്പീസിയം ഷേപ്പിലുള്ള ഈ ഒരു സൗണ്ട് ബാറിൻ്റെ സൈഡിൽ കുറച്ച് കേർവ്ഡ് ആണ്. അപ്പോൾ ട്രപ്പീസോയിഡ് എന്ന് വേണമെങ്കിൽ പറയാം. കണക്ക് ക്ലാസ് കേൾക്കുന്ന മാതിരി ഉണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു ഡിസൈനിലുള്ള സൗണ്ട് ബാറിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ക്ലോത്ത് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കാണുമ്പോഴും ടച്ച് ചെയ്യുമ്പോഴൊക്കെ ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് 2 സ്പീക്കേഴ്സാണ് ഉള്ളത്. അതായത് 30 വാട്ടിൻ്റെ 2 സ്പീക്കർ ലെഫ്റ്റിലും റൈറ്റിലും സ്റ്റീരിയോ ചാനലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2 ചാനലാണ് ലെഫ്റ്റും റൈറ്റും, കൂടാതെ ഒരു 1 ചാനൽ സബ് വൂഫർ. അങ്ങനെ 2.1 ആണ് ആക്ച്വലി ഈ സ്പീക്കർ. പക്ഷേ ഈ സ്പീക്കറിനകത്ത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് വോളിയം തിരിക്കുന്ന നോബാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അയൺമാനിൻ്റെ ഹാർട്ടിൻ്റെ ആ ഒരു ഫീലിംഗ് വരുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ. എന്നാലും അതിങ്ങനെ തിരിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. തിരിക്കുമ്പോൾ അതിൻ്റെ വോളിയം കൂടുന്നതും കുറയുന്നതൊക്കെ LED ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് കുറച്ച് ബട്ടൺസ് ഉണ്ട്. മൈക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ബട്ടൺ, ബ്ലൂടൂത്ത് ഓഫ് ഓൺ ആക്കാനുള്ള ബട്ടൺ, പിന്നെ നമുക്ക് നടുവിൽ പവർ ഓൺ ഓഫ് ആക്കാനും പിന്നെ മോഡ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ബട്ടൺ, പിന്നെ നമുക്ക് RGB ലൈറ്റ് മാറ്റാൻ പറ്റുന്ന ഒരു ബട്ടനും കൂടെയാണുള്ളത്. ആ വട്ടത്തിൽ കിടക്കുന്ന തന്നെയാണോ RGB ലൈറ്റ് എന്ന് പറഞ്ഞത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ വട്ടത്തിലുള്ള ലൈറ്റ് മാത്രമല്ല RGB. ഇതിൻ്റെ 2 സൈഡ് നമ്മൾ ആദ്യം പറഞ്ഞ ആ കണക്കിലെ ട്രപ്പീസോയിഡ്, അതിൻ്റെ 2 സൈഡിലും നമുക്ക് ചെറിയ ലൈനിങ് ആയിട്ട് LED ലൈറ്റിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും. ആ ലൈറ്റുകൾ നമുക്ക് ബ്രീത്തിങ് എഫക്റ്റിലും സ്റ്റാറ്റിക് എഫക്റ്റിലും മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഈ ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ നമുക്ക് പലതരം ലൈറ്റുകളുടെ മോഡിലേക്ക് കൂടെ ഇങ്ങനെ സൈക്കിൾ ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ വെറുതെ അത് ഓണാക്കി വെക്കുവാണെങ്കിൽ തനിയെ തന്നെ കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സോ ഒരു ചെറിയൊരു ആംബിയൻസ് ലൈറ്റിൻ്റെ ഒരു ഫീൽ വേണമെങ്കിൽ ഈ ഒരു കാര്യത്തിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ നടുക്കുള്ള അയൺമാൻ പോലത്തെ ലൈറ്റ് എന്ന് പറയുന്നത് RGB-ആയിട്ട് സിങ്കൊന്നും ആവില്ല. അത് ആക്ച്വലി മോഡുകൾ സ്പെസിഫൈ ചെയ്യുന്ന ലൈറ്റാണ്. അതായത് ബ്ലൂ കളർ ആണെങ്കിൽ ബ്ലൂടൂത്ത്, പച്ച കളർ ആണെങ്കിൽ ഓക്സ്, വെള്ള കളർ ആണെങ്കിൽ HDMI, പിന്നെ പർപ്പിൾ കളർ ആണെങ്കിൽ USB-C. അപ്പോൾ ഈ പോർട്ടുകളൊക്കെ ആക്ച്വലി ഉള്ളത് ഈ സ്പീക്കറിൻ്റെ ബാക്ക് സൈഡിലാണ്. സ്പീക്കറിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം പോർട്ടുകൾ അവിടെയുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ പവർ കേബിൾ കുത്താനുള്ള പോർട്ടാണ്. രണ്ടാമത്തേത് സബ് വൂഫർ കുത്താനുള്ള പോർട്ടാണ്. പിന്നെ നമുക്ക് USB-C പോർട്ട് ഉണ്ട്. പിന്നെ നമ്മൾക്ക് മൈക്രോഫോൺ കുത്താനുള്ള പോർട്ടുണ്ട്, ഹെഡ്ഫോൺ കുത്താനുള്ള പോർട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ഓക്സ് കേബിൾ കുത്തി പാട്ട് കേൾക്കാനുള്ള പോർട്ടുണ്ട്. പിന്നെ നമുക്ക് HDMI ആർക്കിൻ്റെ ആ ഒരു HDMI പോർട്ടും കൂടിയാണ് ഉള്ളത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും USB-C പോർട്ടുള്ളതുകൊണ്ട് നമുക്ക് ചാർജർ കുത്തി ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ബാറ്ററി കപ്പാസിറ്റി എത്രയാണ്? ഈ USB-C പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ കൂടെ USB-C കേബിൾ വരുന്നുണ്ടല്ലോ, ആ കേബിൾ കുത്തിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ കുത്തി കഴിഞ്ഞാൽ ഈ സ്പീക്കറിനെ
ഒരു USB സ്പീക്കറായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എക്സ്റ്റേണൽ ആയിട്ട് മൈക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ മൈക്കിനെ നമുക്ക് ഈ സ്പീക്കറിൻ്റെ ബാക്കിൽ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് അത് എക്സ്റ്റേണൽ മൈക്കായിട്ട് ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മൈക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ 3.5mm കുത്താണ്ട് ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് USB മൈക്കായിട്ട് ഉപയോഗിക്കാം. ആ മൈക്കിനെ മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിലുള്ള മൈക്ക് മ്യൂട്ട് സ്വിച്ച്, അല്ലാണ്ട് ഇതിനകത്ത് ആമസോൺ അലക്സയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ ഈ സാധനം വെറുതെ ഒറ്റയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. എഫക്റ്റ് വരണമെങ്കിൽ ഇതിൻ്റെ കൂടെ സബ് വൂഫർ കണക്ട് ചെയ്യണം. സബ് വൂഫർ എന്ന് പറയുന്നത് മാരകമാണ്. 60 വാട്ടിൻ്റെ സബ് വൂഫറാണ്. 13.3 സെൻറ്റിമീറ്ററിൻ്റെ ഡയമീറ്റർ ഉള്ള ഒരു സ്പീക്കർ ഇതിനകത്തുണ്ട്, ഒരു സബ് വൂഫർ സ്പീക്കർ ഇതിനകത്തുണ്ട്. പക്ഷേ ഈ സബ് വൂഫറിൻ്റെ പവർ എന്ന് പറയുന്നത് കണ്ടു നോക്കൂ. നമ്മളിപ്പോൾ 5 മെഴുകുതിരികൾ ഇവിടെ കത്തിച്ച് വെച്ചിരിക്കുവാണ്. ഇനി ഞാൻ എൻ്റെ ഫോണിൽ പാട്ട് പ്ലേ ചെയ്യുന്നത്. സോ ഈ പാട്ട് പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് എത്ര മെഴുകുതിരികളാണ് അണഞ്ഞു പോകുന്നത് നോക്കാം. സോ 3, 2, 1 സ്റ്റാർട്ട്. ഈ സ്പീക്കറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പോണന്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആ ഒരു സബ് വൂഫർ തന്നെയാണ്. ശരിക്കും എൻ്റെ റൂം കുറച്ച് കുട്ടിയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര കിടിലൻ എഫക്റ്റാണ്. പക്ഷേ ജനറലി സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഈ സൗണ്ട് ബാറില്ലേ, സൗണ്ട് ബാറിൻ്റെ ഔട്ട്പുട്ട് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ട്രിബിളാണ്. സൗണ്ട് ബാർ സബ് വൂഫർ ഇല്ലാണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുക, ഒരു ഡെപ്ത് ഇല്ല. ഫുള്ള് വോക്കൽ നല്ല ക്ലാരിറ്റി കയറി കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫുൾ വോളിയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ലൗഡ് എന്ന് വെച്ചാൽ ഭയങ്കര ലൗഡാണ്. ഫുൾ വോളിയത്തിൽ നമുക്ക് അടുത്തൊന്നും കേട്ടിരിക്കാൻ പറ്റില്ല, ഭയങ്കര ലൗഡാണ്. പക്ഷെ ഭയങ്കര ട്രിബിളാണ്. ആ ട്രിബിളിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സബ് വൂഫർ കണക്ട് ചെയ്യണം. പക്ഷേ ചുമ്മാ സബ് വൂഫർ കണക്ട് ചെയ്തിട്ട് പാട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സബ് വൂഫറിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബൈ ഡിഫോൾട്ട് ബേസ് എന്ന് പറയുന്നത് 0 സെറ്റിങ്ങിലായിരിക്കും. അതിനാണ് നിങ്ങൾക്ക് റിമോട്ട് വേണ്ടത്. അപ്പോൾ റിമോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കിത് ഓൺ ഓഫ് ആക്കാനുള്ള ഫീച്ചർ, വോളിയം കൂട്ടാൻ കുറയ്ക്കാനുള്ള ഫീച്ചർ, അതുപോലെ താഴെ നമുക്ക് ബേസും ട്രിബിളും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ബേസ് അങ്ങ് ഫുള്ളിലിട്ടു. ബേസ് അല്ലെങ്കിൽ ബാസ് താഴെ കമൻറ്റ് ബോക്സിൽ അടി ഉണ്ടാക്കണ്ട. അപ്പോൾ ബേസ് ഞാൻ ഫുൾ വോളിയത്തിലിട്ടിട്ട് ട്രിബിൾ ഫുൾ അങ്ങോട്ട് കുറച്ചു. എന്നിട്ട് പാട്ട് കേൾക്കുമ്പോഴാണ് ശരിക്കും നമുക്കൊരു തിയേറ്ററിൽ ഇരിക്കുന്ന ആ ഒരു ഫീൽ വരുന്നത്. പ്രത്യേകിച്ചും ഈ യൂട്യൂബിലൊക്കെ ഡോൾബിയുടെ കുറേ വീഡിയോസ് ഉണ്ട്. ഡോൾബി അറ്റ്മോസ് അല്ലെങ്കിൽ ഡോൾബി 7.1 ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇട്ട് കേൾക്കുവാണെങ്കിൽ ശരിക്കും ആ ഒരു ബേസ് ഫീൽ ചെയ്യും. സോ സൗണ്ട് ക്വാളിറ്റി വൈസ് പക്കയാണ്. പക്ഷേ നമ്മളിതിൻ്റെ ഡയൽ തിരിച്ച് ഫുൾ സൗണ്ട് അങ്ങ് ഹൈ ആക്കുവാണെങ്കിൽ ഈ ബേസ് കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കും കേട്ടോ. ബേസിൽ കൂടുതലും കുറയലും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ജസ്റ്റ് ആ ഒരു ട്രിബിൾ അല്ലെങ്കിൽ വോക്കൽ മാത്രമേ അങ്ങ് കൂടി വരുള്ളൂ. സോ സൗണ്ട് നിങ്ങൾ എത്ര കുറവിലിട്ട് കഴിഞ്ഞാലും കൂടുതലിട്ട് കഴിഞ്ഞാലും ബേസ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ പൊതുവേ ഇത് ബ്ലൂടൂത്ത് മോഡിലാണ് ഉപയോഗിക്കുന്നത്. ബ്ലൂടൂത്ത് മോഡിൽ ഉപയോഗിച്ചിട്ട് എനിക്ക് കണക്ടിവിറ്റി ഒന്നും പ്രശ്നമൊന്നുമില്ല. വളരെ സീംലെസ് ആയിട്ട് കണക്ടിവിറ്റി ആവുന്നുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് മോഡ് അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഹോം തിയേറ്റർ വീട്ടിൽ TV-യിലാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ ഈ ഒരു HDMI കേബിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ARC എഴുതിയിരിക്കുന്ന പോർട്ടിൽ കുത്തി കഴിഞ്ഞാൽ അവിടെ കൂടെ നിങ്ങൾക്ക് ഓഡിയോ കേൾക്കാനായിട്ട് പറ്റും. കുറച്ചുകൂടി ബെറ്റർ സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു കേബിൾ കുത്തിയാൽ കേൾക്കുന്നത്. അതേപോലെ ലാപ്ടോപ്പിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് USB-C കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഔട്ട്പുട്ട് കിട്ടും. ഓക്സ് കേബിളാണെങ്കിലും എസ്പെഷ്യലി വയേർഡിൽ കുറച്ചുകൂടെ ബെറ്റർ ബേസ് കിട്ടുന്നുണ്ട് വയർലെസ്സിനേക്കാളും. പിന്നെ ഇതിനകത്ത് അവരൊരു ഹെഡ്ഫോൺ കുത്താനുള്ള ഒരു 3.5mm ജാക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഗെയിമിംഗ് എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗെയിമിംഗ് ഹെഡ്ഫോൺസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമേ കുത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ USB ഹെഡ്ഫോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കുറച്ച് ഓഡിയോ മോഡുകൾ അവർ പറയുന്നുണ്ട്. അതായത് 3D മോഡ്, മ്യൂസിക് മോഡ്, മൂവി മോഡ്, ന്യൂസ് മോഡൊക്കെ. അപ്പോൾ 3D മോഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുക, ഭയങ്കര ഒരു സറൗണ്ട് സൗണ്ട് ഫീലിംഗ് തരുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ആക്ച്വലി തോന്നി എന്താണെന്ന് വെച്ചാൽ 3D മോഡിൽ ഇടുമ്പോൾ ഒരു ചെറിയൊരു എക്കോ, ഒരു ചെറിയൊരു റിവർബൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു സൗണ്ടാണ്. ഓക്കെ പക്ഷേ 5.1 സറൗണ്ടിലേക്ക് കൺവേർട്ട് ആവുന്ന രീതിയിലൊന്നും തോന്നിയില്ല. പക്ഷേ ഓക്കെ, ആ ഒരു എഫക്റ്റ് ഫീൽ ആവും. ഇതിൻ്റെ പെട്ടിയിലിട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് എൻ്റെ 19,999 ആണ്. പേടിക്കേണ്ട എന്ന് പറഞ്ഞത് ഇപ്പോൾ ലോഞ്ച് പ്രൈസ് ശരിക്കും 7,999 അറൗണ്ട് മാത്രമാണ്. സോ മേടിക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം മേടിക്കുകയാണെങ്കിൽ വെർത്താണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അടുത്ത വീഡിയോ കാണുകയോ എന്തെങ്കിലും ചെയ്യുക. പിന്നെ എന്തുവാ പറയാനുള്ളത്?
എന്തോ പറയാനുണ്ടായല്ലോ. മറ്റേ RGB ലൈറ്റ് ഇല്ലേ, അത് എപ്പോഴും ഓണായി കിടക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫാക്കി ഇടാനായിട്ട് പറ്റും കേട്ടോ. സോ RGB ലൈറ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കാണെങ്കിൽ അതൊരു പ്രശ്നമാവില്ല, ഓഫാക്കി ഇടാം.